നല്ല പച്ചക്കപ്പ നല്ല നല്ല വെന്ത ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. ഉണക്കപ്പേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് പച്ചക്കപ്പയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എല്ലും കപ്പ ഉണ്ടാക്കുമ്പോൾ ഉണക്കപ്പ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല, സൂപ്പറാണ്. നേരത്തെ കുറച്ച് ചാറ് ഒഴിച്ച് ചാറും കഷ്ണം കൂടെ ഒഴിച്ചു. ചിക്കനല്ല, ഇത് പോത്ത് വലിയ പോത്തിനെ കൊന്നാണേ. പാവം പോത്താ, എന്നാ ചെയ്യാനാ അല്ലേ? മനുഷ്യരുടെ ഒരു കാര്യം. പിന്നെ ദൈവം ഇതിനെയൊക്കെ കൊന്നു തിന്നോളാൻ പറഞ്ഞില്ല നമുക്ക് തന്നെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മതി, ഇനി അത് നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് ഇട്. ആ, കപ്പ ശാലം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല കുഴഞ്ഞിരിക്കണം. കടയിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ കടയിലെ കുഴഞ്ഞിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ മാക്സിമം ചിലവ് ചുരുക്കാൻ കുറച്ച് കപ്പയും കുറച്ച് ഇറച്ചിയും കൂടുതൽ ചാറിട്ടുണ്ടാക്കുന്നതാണ് അത്. വീട്ടിൽ അതുപോലെയല്ലോ. വീട്ടിൽ നമ്മൾ കുറച്ചുകൂടെ ലാവിഷല്ലേ. കടയിൽ കയറി കഴിക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ കാണും. കാരണം കടക്കാർക്കും ലാഭം വേണം. അവർ കട നടത്തുന്ന ലാഭം ഉണ്ടാക്കാനാണല്ലോ. പിന്നെ ചില ആൾക്കാരുണ്ട് കേട്ടോ, ലാഭത്തിന് മാത്രമല്ലാതെ നല്ല ഡീസൻ്റ് ആയിട്ട് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കടകൾ കണ്ടുപിടിച്ച് അവിടെ പോകണം. അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ നിന്റെ അഭിപ്രായം? ശരിയല്ലേ? അതെ, ചൂടോടെ കഴിക്കണം. ഇത് വാഴയില ഇട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കേരളീയ തനിമ കിട്ടുന്നത്. ഇനിയും കുറെ ഭാഗങ്ങൾ ഇളക്കാനുണ്ട് കേട്ടോ. കുറച്ച് കഷ്ണം കിട്ടുവാണേ. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു കേട്ടോ. ഇനി കുക്കറിൽ അടിച്ചായിരുന്നെങ്കിൽ അത് കുറച്ച് കൂടിപ്പോയനെ. സാമ്പാർ വരുവായനെ. മതിയെന്ന് തോന്നുന്നു കഷ്ണം അല്ലേ? അവിടെ ഒന്നും കൂടെ ഇളക്കാം. എല്ലും കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ, നമ്മുടെ കേരളത്തിന്റെ ദേശീയ, കോട്ടയം ഇടുക്കിയുടെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന പോലെ അല്ല. നമ്മുടെ കേരളത്തിൽ ഉടനീളം കപ്പയും ഇറച്ചിയെല്ലാം കഴിക്കും സെപ്പറേറ്റ്. പക്ഷെ കപ്പ എന്ന് പറയുന്നുണ്ടല്ലോ, കപ്പ, ചേന, ചേമ്പ്, കാച്ചില്, കിഴങ്ങ്, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. ചെറുപ്പത്തിൽ ഞാൻ ഇതൊക്കെയാണ് കഴിച്ചു വളർന്നത്. കുറച്ചുകൂടെ. പിന്നെ ചക്കേനെ ഒരിക്കലും മറക്കാൻ പറ്റും. മതി, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകുന്നേ. ചക്ക ചെറുപ്പം തൊട്ടേ ചക്ക കഴിച്ച് ചക്കയ്ക്ക് അഡിക്ഷനായിരുന്നു ഒരടിക്ക്. നല്ല ചക്ക വേവിച്ചതും നല്ല കാന്താരി മുളക് പൊടിച്ച് അല്ലെങ്കിൽ നല്ല വറ്റൽ മുളക് ചുട്ട് നല്ല അരക്കണം. നല്ല എണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഉണക്കമീൻ വറുത്താലും സൂപ്പറാണ്. അതെ, മത്തിച്ചാറൊക്കെ അടിപൊളിയല്ലേ? പക്ഷെ അല്ല, നല്ല നെയ് മത്തി കിട്ടുമായിരുന്നു അന്നൊക്കെ. നല്ല നെയ്മത്തി കിട്ടും. അത് നെയ്മത്തി ആയിരിക്കണം. ഇപ്പത്തെ മത്തികൾക്കൊരു നെയ്യുമില്ല, അതുകൊണ്ട് ടേസ്റ്റ് ഇല്ല. പണ്ടത്തെ മത്തിയുടെ ചാറുണ്ടല്ലോ, എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ അന്ന് മത്തി ഇഷ്ടം സുലഭമായിരുന്നു. ആ സമയത്ത് ഫുൾ മത്തി. ഇന്നത്തെ പോലെ മത്തി മുറിച്ചൊന്നുമല്ല. മത്തി മുറിച്ചല്ല, ഇങ്ങനെ കഷ്ണങ്ങളാക്കിയല്ല ഇടുന്നത്. ഒരു ഫുൾ പീസായിട്ട് അങ്ങ് ഇടുക. എന്നാ ടേസ്റ്റ് എന്നറിയോ? പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിയുമ്പോണ്ടല്ലോ, അമ്മ പറയും, അമ്മ എന്നാ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോ ഉണ്ടല്ലോ, മോനെ ചക്കയുണ്ട്, ചക്ക വറുത്തുണ്ടെന്ന് പറയും. അല്ല, ചക്ക വേവിച്ചതും നല്ല കറിയെല്ലാം അമ്മയെന്ന് ചോദിക്കും. നല്ല ഒന്നെങ്കിൽ മീൻ കറി, അല്ലെ പോത്തുകറി, അല്ലെ പന്നിക്കറി, അല്ലെ മുളക് പൊട്ടിച്ച്, എന്തായാലും വേണ്ടില്ല. കൈ കഴുകിയിട്ട് അങ്ങ് ഇരുന്നാണ്ടല്ലോ പിന്നെ
എൻ്റെ അമ്മച്ചി ദൈവമേ നന്ദി. ചെറുപ്പകാലത്തെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. നമുക്കെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നു. താങ്ക് യു ഗോഡ്. എല്ലാവർക്കും അങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ അല്ലേ. എന്നാ പിന്നെ നമുക്ക് പയ്യെ കഴിക്കാറായോ കുഞ്ഞാളെ? നമുക്ക് കഴിക്കാം. ഓക്കെ, നമുക്ക് കഴിക്കാനുള്ളത് എടുക്കാം അല്ലേ. കൊടുക്ക്. ശകലം നമുക്ക് നല്ല സവോള വേണേ. ഓക്കെ ഓക്കെ മാഡം. വട്ടത്തിൽ എറിഞ്ഞ സവോള കൂട്ടി നമുക്ക് എല്ലാവരും കൂടെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒഴിക്കുന്നത്, ഇങ്ങനെ ഫുള്ള് ഇടുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു മനസ്സുഖം, ഒരു വയറിന്റെ സുഖം എല്ലാം ഉണ്ടോ. സൂപ്പർ. ഇത് വിനാഗിരി കഴിച്ചോ? നാരങ്ങ. ഓക്കെ, അടിപൊളി. ഡൈജഷൻ അടിപൊളിയാ. ഓക്കെ, നമുക്ക് കഴിക്കാന്നാ. അപ്പൊ നമുക്ക് കഴിക്കാം. എത്ര കൈകളുണ്ടെന്ന് നോക്കിയേ. എല്ലാരും കഴിച്ചോ? ഓക്കെ. ചെറിയ ചൂടുണ്ട്. എല്ലായിടത്തും ഒരു സൈഡ് വെക്കണം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ചക്കയുടെ കൈ കണ്ടില്ലല്ലോ. കഴിക്കാം.